ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമായ പാർട്ട് 2 ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുമ്പ് കുറച്ച് നമ്മുടെ JCI 16 നടക്കാൻ വേണ്ടി പോകുന്നത്. അതേപോലെ നമ്മുടെ CSEBയുടെ എക്സാം ഈ മാസം ലാസ്റ്റാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഹാൾ ടിക്കറ്റ് എല്ലാവർക്കും വരും ദിവസങ്ങളിൽ ലഭ്യമായിരിക്കും. നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൻ 35 ഫസ്റ്റ് ചാർജ് ഓൺ സൊസൈറ്റിയും അതേപോലെ സെക്ഷൻ 36 ചാർജ് ഓൺ ലാൻഡ് ഓൺഡ് ഓർ ഹെൽഡ് ബൈ മെമ്പേഴ്സ് ഹു ബോറോ ലോൺ ഫ്രം സർട്ടൻ സൊസൈറ്റീസ്, ഈ രണ്ട് കേസുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെക്ഷൻ 37 മുതലാണ്. അപ്പോൾ സെക്ഷൻ 37 ഡീൽ ചെയ്യുന്നത് ഡിഡക്ഷൻ ഫ്രം സാലറി ഓഫ് ഡെപ്റ്റേഴ്സ്, ഡിഡക്ഷൻ ഫ്രം സാലറി ഓഫ് ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് സൊസൈറ്റീസ് ക്ലെയിം ഇൻ സർട്ടൻ കേസസ്. അപ്പോൾ ഈ ഒരു കേസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണെന്ന് നോക്കാം. ദിസ് സെക്ഷൻ എനേബിൾസ് ദ സൊസൈറ്റി ഫോർ കളക്ഷൻ ഓഫ് ഇറ്റ്സ് ഡ്യൂസ് ഫ്രം മെമ്പേഴ്സ് ഹു ആർ സാലറി ഏർണേഴ്സ് ഓർ വേജ് ഏർണേഴ്സ്. Under this section provides that a member may execute an agreement in favor of the society for the purpose of making deduction from his salaries or wages on account any amount liable to the society by way of loan or otherwise. നമ്മൾ പറയുന്നത് അത് സൊസൈറ്റിക്ക് ഒരു മെമ്പേഴ്സ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലാബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ആ മെമ്പർ ഒരു സാലറി ഏണറാണ് അല്ലെങ്കിൽ ഒരു വേജ് ഏണറാണെങ്കിൽ സൊസൈറ്റിക്ക് അദ്ദേഹം വരുത്തിയിട്ടുള്ള ഡ്യൂസ് അദ്ദേഹത്തിൻ്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സൊസൈറ്റിക്കുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയുള്ള രീതി കേസ് തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന സാലറി സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ലോൺ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഉണ്ടാക്കും ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങളുടെ സാലറിയിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് സാലറി വരുന്നുണ്ടെങ്കിൽ ആ നിശ്ചിത എമൗണ്ട് നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഓരോ മാസവും സ്ഥാപനങ്ങൾ കട്ട് ചെയ്യും. അതേ സെയിം കേസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതായത് ഒരു സൊസൈറ്റിയിലെ മെമ്പർ ഒരു വേജ് ഏണറാണ് അല്ലെങ്കിൽ സാലറി ഏണർ ആണെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും അദ്ദേഹം ഡ്യൂ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സാലറിയിൽ നിന്ന് അത് കട്ട് ചെയ്യാനുള്ള അധികാരം ഈ പറയുന്ന സൊസൈറ്റിക്ക് ഉണ്ട്. അതാണ് സെക്ഷൻ 37 ഡീൽ ചെയ്യുന്നത്. അതിനുള്ള പ്രൊസീഡിങ്സൊക്കെ ഡീൽ ചെയ്യുന്ന അതിൻ്റെ സാലറിയൊക്കെ ഡിഡക്റ്റ് ചെയ്യാവുന്ന ആ പ്രൊസീഡിങ്സൊക്കെ ഡീൽ ചെയ്യുന്ന റൂളാണ് റൂൾ 52 ആൻഡ് സെക്ഷൻ 37. ഈ റൂളിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. അതായത് നമ്മൾ ഈ ലെറ്റർ ഓഫ് എഗ്രിമെൻറ്റ് നമ്മുടെ ഈ മെമ്പറിൽ നിന്ന് വാങ്ങിക്കുന്ന ലെറ്റർ ഓഫ് എഗ്രിമെൻറ്റും അതേപോലെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ലെറ്ററും എംപ്ലോയേഴ്സിന് ഫോം നമ്പർ 9ലാണ് അത് സെൻഡ് ചെയ്യുന്നത്. ഫോം നമ്പർ 9 സൊസൈറ്റി എന്ത് ചെയ്യണം? എംപ്ലോയറിന് അയച്ചിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഈ എംപ്ലോയർ ഓരോ മാസവും ഒരു നിശ്ചിത എമൗണ്ട് തുക ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യുകയുള്ളൂ? സാലറി പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. ദെൻ ഇൻ കേസ് നമ്മൾ ആ ഒരു ഓഫീസ് ചേഞ്ച് ആകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓഫീസ് വേറെ ലൊക്കാലിറ്റി ചേഞ്ച് ആകുന്നുണ്ടെങ്കിലോ അതിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ആകുന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കേസിൽ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്പർ നമ്മുടെ സൊസൈറ്റിയെ പ്രോപ്പറായിട്ട് അറിയിക്കണം. അതേപോലെ നമ്മൾ ഫോം നമ്പർ 9 ലെറ്റർ അയക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ഈ ഫോം നമ്പർ 9 നമ്മൾ അയക്കുന്നത് ലാസ്റ്റ് വർക്കിംഗ് ഡേയുടെ അതായത് ഒരു മന്തിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേയുടെ 7 days ബിഫോർ ആയിരിക്കണം നമ്മൾ ലെറ്ററൊക്കെ സെൻഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എംപ്ലോയിയിൽ നിന്ന് കട്ട് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 7 ഡേയ്സിനുള്ളിൽ എംപ്ലോയർ ഇവരുടെ ബന്ധപ്പെട്ടിട്ടുള്ള സൊസൈറ്റിക്ക് കൈമാറുകയോ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ റെമിറ്റ് ചെയ്യുകയോ ചെയ്യണം. നെക്സ്റ്റ് ആണ് സെക്ഷൻ 38 എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷനാണ്. സെക്ഷൻ 38 ഡീൽ ചെയ്യുന്നത്
charges and set off in respect of shares or interest of members in the capital of a society. ഇവിടെ സെറ്റ് ഓഫ് എന്നതിൻ്റെ അർത്ഥം കോമ്പൻസേറ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സൊസൈറ്റി ഹാവ് ദ റൈറ്റ്, സൊസൈറ്റിക്ക് എന്തിൻ്റെ റൈറ്റ് ഉണ്ട്. ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ ആൻഡ് ഡെപ്പോസിറ്റ് ഓഫ് എ മെമ്പർ, പാസ്റ്റ് മെമ്പർ ഓർ ഡിസീസ്ഡ് മെമ്പർ. ഡിഡക്ട് എനി എമൗണ്ട് ഡ്യൂ ഫ്രം ദ എബോവ്. അതായത് എന്തെങ്കിലും ഒരു എമൗണ്ട് സൊസൈറ്റിയിൽ ഡ്യൂസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷെയർ എന്നോ അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് എന്നൊക്കെ അത് സെറ്റ് ഓഫ് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റെന്നോ അല്ലെങ്കിൽ ഡിവിഡൻഡെന്നോ അല്ലെങ്കിൽ അവിടെ ഞാൻ നിക്ഷേപിച്ചിട്ടുള്ള ക്യാപിറ്റലെന്നോ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റെന്നോ അതൊക്കെ എൻ്റെ ഡ്യൂസ് ഡിഡക്റ്റ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രിവിലേജ് ആർക്കുണ്ട്? നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഉണ്ട്. പക്ഷേ ഈ ഒരു റൈറ്റ് നമ്മുടെ ഫിനാൻസിങ് ബാങ്കിനില്ല. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ബട്ട് എ ഫിനാൻസിങ് ബാങ്ക് ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഹാവ് ചാർജ് അപ്പോൺ എനി സം ഇൻവെസ്റ്റഡ് ഓൺ ദ ഫിനാൻസിങ് ബാങ്ക് ആസ് എ റിസർവ് ഫണ്ട് ബൈ ദ മെമ്പർ ഓഫ് സൊസൈറ്റി. അതായത് നമ്മൾ റിസർവ് ഫണ്ടായിട്ട് നിക്ഷേപിച്ച തുക, അതായത് സൊസൈറ്റി റിസർവ് ഫണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ഫിനാൻസിങ് ബാങ്കിന് ഡിഡക്റ്റ് ചെയ്യാനുള്ള അവകാശം ഇല്ല. അപ്പോൾ അതാണ് ആ ഒരു സെക്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 39 എന്ന് പറയുന്നത്. ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓർ റിസർവ് ഫണ്ട് നോട്ട് ലയബിൾ ടു ബി അറ്റാച്ച്ഡ്. ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓർ റിസർവ് ഫണ്ട് നോട്ട് ലയബിൾ ടു ബി അറ്റാച്ച്ഡ്. അതായത് ദിസ് സെക്ഷൻ ഗീവ്സ് പ്രൊട്ടക്ഷൻ ടു മെമ്പേഴ്സ് ഫ്രം അറ്റാച്ച്മെൻറ്റ് ഓഫ് ദെയർ ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ദെയർ ഓൺ. According to this section, the shares or interest of shares of members not liable to be attached or sold under any circumstances. അപ്പോൾ ഈ ഒരു സെക്ഷൻ 39 പ്രകാരം മെമ്പേഴ്സിന് പ്രൊട്ടക്ഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അവരുടെ ഷെയർസോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ഇൻട്രസ്റ്റ് ഓൺ ഷെയർസ് അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഏത് സർക്കംസ്റ്റാൻസസ് ഉണ്ടായാലും. അതുപോലെ തന്നെ എന്താണ്, സൊസൈറ്റിയുടെ റിസർവ് ഫണ്ടും നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അല്ലെങ്കിൽ സൊസൈറ്റിയുടെ റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഫിനാൻസിങ് ബാങ്കിന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു സെക്ഷനാണ് എന്താണ് സെക്ഷൻ 39 എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് സെക്ഷൻ 40. സെക്ഷൻ 40 എന്ന് പറയുന്നത് എക്സംഷൻ ഫ്രം സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് രജിസ്ട്രേഷൻ ഫീസ്. അപ്പോൾ എന്താണ്, സൊസൈറ്റിയിൽ നിന്ന് ചില സ്റ്റാമ്പ് ഡ്യൂട്ടീസിൽ നിന്നും അതേപോലെ രജിസ്ട്രേഷൻ ഫീസിൽ നിന്നൊക്കെ നമ്മൾ എക്സംപ്റ്റഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം, സെയിൽസ് ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ്, പ്രൊഫഷണൽ ട്രേഡ്സ്, കോളിങ്സ്, എംപ്ലോയ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള അതുവൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 41 എക്സംഷൻ ഫ്രം കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ നമ്മുടെ കമ്പനീസ് ആക്റ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രുമെൻ്റൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷെയർസ് ആയാലും ഡിബഞ്ചേഴ്സ് ആയാലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് കമ്പൽസറിയാണ്. ബട്ട് നമ്മുടെ അക്കോർഡിംഗ് ടു സെക്ഷൻ 41 പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഈ ഷെയർസ് ആയാലും അതേപോലെ ഡിബഞ്ചേഴ്സ്, എൻഡോഴ്സ്മെൻറ്റ് ഇവയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കമ്പൽസറി രജിസ്ട്രേഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷൻ ഡീൽ ചെയ്യുന്നതാണ് സെക്ഷൻ 41. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രിവിലേജസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. പ്രിവിലേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സെക്ഷൻ 35 നിന്നാണ്. സെക്ഷൻ 35 ഫസ്റ്റ് ചാർജ് ഓൺ സൊസൈറ്റി. ദെൻ എന്താണ് സെക്ഷൻ 36 എന്താണ് ഡീൽ ചെയ്യുന്നത്, ചാർജ് ഓൺ ലാൻഡ് ഓൺഡ് ഓർ ഹെൽഡ് ബൈ മെമ്പേഴ്സ് ഹു ബോറോ ലോൺ ഫ്രം സർട്ടൻ സൊസൈറ്റീസ്. ദെൻ സെക്ഷൻ 37 എന്താ ഡീൽ ചെയ്യുന്നത്, ഡിഡക്ഷൻ ഫ്രം സാലറി ഓഫ് ഡെപ്റ്റേഴ്സ്. റൂൾ 52 ഡീൽ ചെയ്യുന്നത് അതൊക്കെയാണ്, ഡിഡക്ഷൻ ഫ്രം സാലറി ഓർ വേജസ്. ദെൻ സെക്ഷൻ 38 എന്ന് പറയുന്നത് ചാർജസ് ആൻഡ് സെറ്റ് ഓഫ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഇൻ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി. സെക്ഷൻ 39 എന്ന് ഡീൽ ചെയ്യുന്നത് എന്താണ്, ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓർ റിസർവ് ഫണ്ട് നോട്ട് ലയബിൾ ടു ബി അറ്റാച്ച്ഡ്. സെക്ഷൻ 40 exemption from stamp duty and registration fees. സെക്ഷൻ 41 എക്സംഷൻ ഫ്രം കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രിവിലേജസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ രണ്ട് പാർട്ട് 1 കാണാത്തവർ അത് കാണാം, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്.
അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെഷനിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ നമ്മുടെ CSEB നോട്ടിഫിക്കേഷനൊക്കെ അടുത്തെത്തി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് അവൈലബിൾ ആവും. കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. സോ മറ്റൊരു ക്ലാസ്സുമായി പിന്നീട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.